നോക്കൂ, ഒരു വടക്ക് നോക്കി യന്ത്രം. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്ന് വിളിക്കുന്നത്? കാന്തസൂചിയുടെ വടക്ക് ധ്രുവം ഭൂമിയുടെ വടക്കോട്ട് നോക്കി നിന്നതുകൊണ്ട്. എന്നാൽ അങ്ങനെയല്ല. കാന്തസൂചി ഭൂമിയുടെ വടക്കു ദിക്കിലേക്ക് നോക്കി നിന്ന ഭാഗത്തെയാണ് കാന്തത്തിന്റെ വടക്ക് എന്ന് വിളിച്ചത്. ഭൂമിശാസ്ത്രപരമായ എല്ലാ ആശയങ്ങളും മാപ്പുകളും തയ്യാറാക്കാനായി ദിക്കുകൾ വേണ്ടി വന്നു. അങ്ങനെ പേര് നൽകിയ ദിക്കുകളാണ് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവ. പിന്നീട് കാന്തസൂചി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഭൂമിയുടെ വടക്കോട്ട് നോക്കി നിന്ന ഭാഗത്തെ കാന്തത്തിന്റെ വടക്ക് എന്ന് വിളിച്ചു. പിന്നീടാണ് ഭൂമിക്ക് ഒരു കാന്തമണ്ഡലം ഉള്ളതുകൊണ്ടാണ് ഈ കാന്തം സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയാൽ തെക്ക് വടക്ക് നിൽക്കും എന്ന് മനസ്സിലായത്. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം നമ്മുടെ ചിന്തയിലേക്ക് വന്നത്. ഈ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയില്ലല്ലോ. ഭൂമിക്കൊരു കാന്തമണ്ഡലമുണ്ട് എങ്കിൽ ഭൂമിയുടെ കാന്തമണ്ഡലത്തിന്റെ വടക്ക് ധ്രുവം അല്ലല്ലോ കാന്തസൂചിയുടെ വടക്ക് നോക്കി നിൽക്കുന്നത്. മുൻധാരണകളും സിദ്ധാന്തങ്ങളും ഒക്കെ തിരുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായ വടക്ക് ധ്രുവം ആണ് നമ്മൾ ഇപ്പോൾ വടക്ക് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഭൂകാന്തത്തിന്റെ തെക്ക് ധ്രുവമാണ് ആ ഭാഗം എന്ന് മാത്രമാണ് തിരുത്തിയത്. പക്ഷേ ഈ രണ്ട് ധ്രുവങ്ങളും തമ്മിൽ അല്പ വ്യത്യാസമുണ്ട് താനും. യഥാർത്ഥത്തിൽ ഈ കാന്തസൂചിക്ക് പ്രത്യേകമായി വടക്ക് തെക്ക് എന്ന് കൊടുക്കാതെ, നോർത്ത് സൗത്ത് എന്ന് കൊടുക്കാതെ മറ്റെന്തെങ്കിലും ഒരു പേരായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷനുകൾ ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊരു കാര്യം, ഇതാ നോക്കൂ, ഒരു ബാറ്ററിയുമായി ഒരു ബൾബിനെ ബന്ധിപ്പിക്കുന്നു. ബൾബ് പ്രകാശിച്ചു. എന്തുകൊണ്ടാണ് ബൾബ് പ്രകാശിച്ചത്? വൈദ്യുതി ഒഴുകിയതുകൊണ്ട്. വൈദ്യുതി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകിയത്? ഒഴുകുന്നത് എപ്പോഴും ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്കല്ലേ, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഈ ധാരണ അനുസരിച്ചാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എല്ലാ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട് എന്ന് കണ്ടെത്തിയപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയിരുന്നു. ഭൂകാന്തത്തിന്റെ കാര്യത്തിൽ എടുത്ത നിലപാട് തന്നെ ഇവിടെയും അനുകരിക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് കാന്തത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. രണ്ട് വ്യത്യസ്ത കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ മാത്രം ആകർഷിക്കുകയും ചെയ്യും. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും, അതേസമയം വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഇതിൽ നോർത്ത് സൗത്തിലേക്കാണോ ആകർഷിക്കുന്നത്, സൗത്ത് നോർത്തിലേക്കാണോ? ഇതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഫ്ലോ, ഒഴുക്ക് അല്ലെങ്കിൽ ആകർഷണം, ഇത് നോർത്ത് സൗത്തിനെയാണോ ആകർഷിക്കുന്നത്, അതോ സൗത്ത് നോർത്തിനെയാണോ ആകർഷിക്കുന്നത്, അതോ അത് പരസ്പരമാണോ ആകർഷിക്കുന്നത്? കാന്തത്തിന്റെ നോർത്ത് പോൾ ഒരു ഇരുമ്പ് കഷ്ണത്തെ ആകർഷിക്കുന്ന അതേ ശക്തിയിൽ തന്നെയാണ് സൗത്ത് പോളും ആ ഇരുമ്പ് കഷ്ണത്തെ ആകർഷിക്കുന്നത്. രണ്ട് വ്യത്യസ്ത കാന്തങ്ങളുടെ സൗത്തും സൗത്തും അടുത്തു വച്ചിട്ടും നോർത്തും അടുത്തു വച്ചിട്ടും നമ്മൾ ചെയ്യുന്ന ഇരുമ്പ് പൊടി പരീക്ഷണത്തിൽ ഒരേ ലൈൻസ് ഓഫ് ഫോഴ്സ് തന്നെയല്ലേ നമ്മൾ കാണുക. നോർത്ത് പോളിൽ ആരോ മാർക്കുള്ള കാന്തസൂചി ഉപയോഗിച്ച് ഈ കാന്തങ്ങളുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് വരച്ചതുകൊണ്ടല്ലേ നമ്മൾക്ക് ആ ആരോ മാർക്ക് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ പറയാൻ കാരണം. ചിന്തകളൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു തീരുമാനത്തിലെത്തിയേ മതിയാവും. കാരണം കാന്തികതയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളും പ്രവർത്തനങ്ങളും രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ ഉറച്ചു നിന്നേ മതിയാവും.
കാന്തത്തിന് വെളിയിൽ വടക്ക് നിന്ന് തെക്കോട്ട് എന്നും കാന്തത്തിനുള്ളിൽ കൂടി തെക്ക് നിന്ന് വടക്കോട്ട് എന്നും നമ്മൾ തീരുമാനിച്ചു. ഇത് തന്നെ സോളിനോയിഡും ബാധകമാണ്. ഈ ബലരേഖകൾ കാന്തത്തിന് ചുറ്റും ഒരുപോലെയാണല്ലോ വിന്യസിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും ഈ ബലരേഖകൾ പരിശോധിക്കുമ്പോൾ ഇരുമ്പ് പൊടി കൊണ്ടുള്ള പരീക്ഷണമായാലും കാന്ത സൂചികൾ ഉപയോഗിച്ചുള്ള പരീക്ഷണമായാലും ഒരു പ്രതലത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് പകരം നമുക്ക് മറ്റൊരു കാര്യം ചെയ്താലോ? നോക്കൂ, ഇപ്പോൾ എല്ലാ കാന്തസൂചികളും തെക്ക് വടക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാന്തത്തെ സ്ഥാപിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലൊക്കെ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇനി ഈ കാന്തത്തെ നമുക്ക് 360 ഡിഗ്രി ഇങ്ങനെ ഇതിൻ്റെ പോൾ മാറാതെ കറക്കിയാലോ? ആ കാന്തസൂചികൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് അർത്ഥം എന്താണ്? ഈ കാന്തത്തിൻ്റെ ചുറ്റിനും ഇതിൻ്റെ ചുറ്റിനും ഒരുപോലെ തന്നെയാണ് ഈ ബലരേഖകൾ എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുക. ഇതേ പരീക്ഷണം തന്നെ നമുക്ക് ഇരുമ്പ് പൊടി വെച്ചും ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഈ ധാരണകളൊക്കെ ബോധ്യപ്പെട്ടിട്ട് വേണം നമുക്ക് വൈദ്യുത കാന്തിക ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഒരു കണ്ടക്ടറിൽ കൂടി വൈദ്യുതി കടന്നുപോയാൽ ഉണ്ടാകാവുന്ന കാന്ത മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കാം. ഇതാ നോക്കൂ, നമ്മൾ ഒരു വയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. കാന്തസൂചി അതിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കുന്നു. ഇപ്പോൾ അത് തെക്ക് വടക്ക് നിൽക്കത്തക്ക രീതിയിലാണ് ഈ വയറിനെയും സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വയറിൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട്, അതായത് പോസിറ്റീവ് ഇതിൻ്റെ തെക്ക് ഭാഗത്തും നെഗറ്റീവ് വടക്ക് ഭാഗത്തുമായിട്ട് ബന്ധിപ്പിച്ചാൽ നോക്കൂ എങ്ങോട്ടാണ് കാന്തസൂചി തിരിഞ്ഞത്? പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് തിരിഞ്ഞത്, വെസ്റ്റിലേക്കാണ് തിരിഞ്ഞത്. നോക്കൂ ഒന്നുകൂടി. ഇനി വടക്ക് നിന്ന് തെക്കോട്ട് വൈദ്യുതി ഒഴുകിയാലോ? ഇത് പോസിറ്റീവ് വടക്ക് ഭാഗത്ത് കൊടുത്തു, നെഗറ്റീവ് തെക്ക് ഭാഗത്തേക്കും കൊടുക്കുന്നു. ഇപ്പോൾ ഈസ്റ്റിലേക്കാണ് അത് തിരിഞ്ഞത്. ഇനി നമ്മുടെ കാന്തസൂചി കണ്ടക്ടറിന് മുകളിലാണ് വരുന്നതെങ്കിലോ? നമുക്ക് നോക്കാം. തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുകയാണെങ്കിൽ അത് ഈസ്റ്റിലേക്കാണ്. വടക്ക് നിന്ന് തെക്കോട്ടാണ് ഒഴുകുന്നതെങ്കിൽ അത് വെസ്റ്റിലേക്കാണ്. ഇനി ഒരേ സമയം നമുക്ക് മുകളിലും അടിയിലും ഓരോ കാന്തസൂചി സ്ഥാപിച്ചാലോ? തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുമ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കാണ് തിരിയുക. റൈറ്റ്. നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടറിൽ കൂടി വൈദ്യുതി ഒഴുകുകയാണെങ്കിൽ അതിന് ചുറ്റുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന്. ഇനി നമുക്ക് നീന്തൽ നിയമം ഒന്ന് പരിശോധിക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു കണ്ടക്ടറിൽ കൂടി വൈദ്യുതി ഒഴുകുമ്പോൾ വൈദ്യുതി ഒഴുകുന്ന ഭാഗത്തേക്ക് നോക്കി ഒരു നീന്തൽക്കാരൻ നീന്തുന്നു. അപ്പോൾ കണ്ടക്ടറിന് അഭിമുഖമായിട്ടായിരിക്കും നീന്തൽക്കാരൻ ഉണ്ടാവുക. ഈ സമയം കണ്ടക്ടറിലെ വൈദ്യുതി ഒഴുകുന്നത് ഇപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ട്, അതിനഭിമുഖമായിട്ടാണ് നമ്മുടെ നീന്തൽക്കാരൻ ഇപ്പോൾ നീന്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് തന്നെയാണ് മാഗ്നറ്റിക് നീഡിൽ ചലിച്ചത്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നമുക്ക് അറിയാമല്ലോ, ഈ കണ്ടക്ടറിന് ചുറ്റിനും വൈദ്യുതി ഫീൽഡ് ഉണ്ടാകുന്നു എന്ന്. ചുറ്റിനുമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇതുപോലെ ഒരു മാഗ്നറ്റിക് നീഡിൽ ചരിച്ചു വെച്ചാൽ
ഈ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ടായിരിക്കും ചലിക്കുക? ഇത് ഇങ്ങോട്ട് ചരിച്ചു വെച്ചാൽ നീന്തലുകാരനെയും ഇങ്ങോട്ട് ചരിച്ചാൽ മതി. അപ്പോൾ എങ്ങോട്ടായിരിക്കും? താഴോട്ട് ആയിരിക്കണം അത് ചലിക്കേണ്ടത്. അങ്ങനെ ചലിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ആ മാഗ്നറ്റിക് നീഡിൽ താഴോട്ടാണ് ചലിക്കുന്നത്. ഇനി നമുക്ക് ഈ മാഗ്നറ്റിക് നീഡിൽ മുകളിലാണ് സ്ഥാപിക്കുന്നതെങ്കിലോ? അപ്പോൾ ഇത് ഈ ഇടത് കൈ നിയമം പാലിക്കപ്പെടുമോ? അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ഈ കണ്ടക്ടറിന് വൈദ്യുതി ഒഴുകുന്ന ഡയറക്ഷനിലേക്ക് ഈ നീന്തലുകാരൻ നീന്തണം. പക്ഷേ അത് കണ്ടക്ടറിനെ നോക്കി വേണം നീന്താൻ, അതിനെ ഫേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അയാളുടെ ഇടതുഭാഗത്തേക്ക് മാഗ്നറ്റിക് നീഡിൽ ചലിക്കുമോ എന്ന് നോക്കാം. തീർച്ചയായും അയാളുടെ ഇടതുഭാഗത്തേക്കാണ് ചലിക്കുക. അപ്പോൾ അടുത്തത് ഈ മാഗ്നറ്റിക് നീഡിൽ ഈ സൈഡിലായാലോ? അപ്പോൾ ഈ ഭാഗത്തും ഉണ്ടാവണ്ടേ? കാരണം ഇതിന് ചുറ്റുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നീന്തലുകാരൻ ഈ രൂപത്തിലായിരിക്കണം നീന്തേണ്ടി വരിക. നോക്കൂ, ഇപ്പോൾ നീന്തലുകാരൻ്റെ ഇടതുഭാഗത്തേക്ക് തന്നെയാണ് അത് മാഗ്നറ്റിക് നീഡിലും ചലിച്ചത്. അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇതിന് ചുറ്റും ഒരേപോലെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത് എന്നാണ്. വൈദ്യുതി ഒഴുകുമ്പോൾ കണ്ടക്ടറിന് ചുറ്റിനും ഒരു കാന്തമണ്ഡലം ഉണ്ടാകുന്നത് കൊണ്ടാണ് കാന്തസൂചി ഇങ്ങനെ തിരിയുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുണ്ടാകുന്ന കാന്തമണ്ഡലത്തിൻ്റെ വടക്ക് ധ്രുവം ഏതാണ്, തെക്ക് ധ്രുവം ഏതാണ്? നമുക്ക് പരിശോധിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പരീക്ഷണം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഒരു കണ്ടക്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വൈദ്യുതി നമ്മൾ കൊടുക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക് ആണ്. നമുക്ക് നോക്കാം. നോക്കൂ, കാന്തസൂചികളെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണോ തിരിഞ്ഞത്? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോന്നും ഒരു കാന്തസൂചിയുടെ തെക്ക് ധ്രുവത്തിലേക്ക് അതിൻ്റെ വടക്ക് ധ്രുവം നോക്കി നിൽക്കത്തക്ക രീതിയിൽ ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്കതിനെ തിരിഞ്ഞത് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? ഇവിടെ കറണ്ട് ഒഴുകിയപ്പോൾ നമ്മൾ കണ്ടത് തൊട്ടു മുമ്പിലുള്ള കാന്തസൂചിയുടെ തെക്ക് ധ്രുവത്തിലേക്ക് പിന്നിലുള്ള കാന്തസൂചിയുടെ വടക്ക് ധ്രുവം നോക്കി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതായത് ഒരു വലയം പോലെ. നമുക്കറിയാം, നമ്മൾ ഇരുമ്പ് പൊടി പരീക്ഷണം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വലയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ അപ്പോൾ നമുക്ക് തെക്കേത് വടക്കേത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു വലയം പോലെ എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ കയ്യിലൊരു കുഞ്ഞു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിൻ്റെ ഈ ഭാഗം വടക്ക്, ഇത് തെക്ക്. ഇനി മറ്റൊരു മാഗ്നറ്റ് അതിനകത്ത് ഒട്ടിച്ചു വെച്ചാലോ? ഇപ്പോൾ ഇതിൻ്റെ തെക്കും വടക്കും സ്ഥാനം മാറി. സ്ഥാനം മാറി എന്ന് പറയുമ്പോൾ ദൂരം മാറിയെന്ന അർത്ഥം കേട്ടോ. ഇവിടെ വടക്ക്, ഇത് തെക്ക്. ഇനി വീണ്ടും കുറേ മാഗ്നറ്റുകൾ വെച്ചാലോ? അപ്പോൾ ഇതിൻ്റെ വടക്ക്, തെക്ക്. ഇങ്ങനെ കുറേ മാഗ്നറ്റുകൾ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കുന്നു. ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് ഇത് വളച്ച് 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 കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ വടക്കും ഇത് തെക്കുമല്ലേ, അപ്പം ഇത് രണ്ടും കൂടി തമ്മിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചാലോ? ഇങ്ങനെ ഒരു വളയമാക്കി വെച്ചാലോ? അങ്ങനെ വെക്കുമ്പോൾ ഇതിലെ തെക്കേത് വടക്കേത് ഇതാ ഇതുപോലെ ഇതാ ഇത് കണ്ടില്ലേ? ഇങ്ങനെ നീളത്തിലിരിക്കുന്ന ഒരു കാന്തം, ഈ കാന്തത്തെ ഇങ്ങനെ വളച്ച് 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 ഇങ്ങനെ. അപ്പോൾ വടക്കും തെക്കും തമ്മിൽ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ വടക്ക് ധ്രുവം തെക്ക് ധ്രുവം ഏത് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതിനില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. എങ്ങനെ? ഇതിലെ ഏത് രണ്ട് പോയിന്റുകൾ എടുത്താലും അത് ഒന്ന് വടക്കും ഒന്ന് തെക്കുമായിരിക്കും. ഈ രൂപത്തിലുള്ള
ഒരു കാന്തമണ്ഡലമാണ് യഥാർത്ഥത്തിൽ ഒരു കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സോളിനോയിഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൃത്യമായും തെക്ക് ധ്രുവവും വടക്ക് ധ്രുവവും മാറ്റി നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കണം. നോക്കൂ, ആ മാഗ്നറ്റിക് നീഡിലേക്ക് നോക്കൂ. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് എല്ലാം തിരിയുന്നു. എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിയിലാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് രീതിയിലാണ് അത് തിരിഞ്ഞത്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മളുടെ വൈദ്യുതി ഒഴുകുന്ന ഡയറക്ഷനിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മാത്രമാണ് അത് ക്ലോക്ക് വൈസ് രീതി. അവിടെയാണ് നമുക്ക് വലതുകൈ തമ്പ് നിയമം പ്രയോഗിക്കുക. നോക്കൂ, കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലേക്ക്, ഇത് മാഗ്നറ്റിക് ഫ്ലോയുടെ ഡയറക്ഷൻ. ഒരു കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ ഡയറക്ഷൻ കാണിക്കുന്നത് കണ്ടുപോയത് ഈ മാഗ്നറ്റിക് നീഡിൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ നോർത്ത് സൗത്ത് ഏത് എന്ന് നാം എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കാന്തത്തിന്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആണ് ഡയറക്ഷൻ. നോക്കൂ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ തമ്പ് റൂള് പറയുന്ന പ്രകാരം കാന്തത്തിന് ഉള്ളിൽ കൂടി പോകുന്ന കാന്തബലരേഖകളുടെ ഡയറക്ഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം. നമുക്ക് പഴയ പരീക്ഷണത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാം. ഇവിടെ തെക്ക് നിന്ന് വടക്കോട്ട് വൈദ്യുതി ഒഴുകുമ്പോൾ അത് വെസ്റ്റിലേക്ക് തിരിയുന്നു. വെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ വെറുതെ തിരിഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ ഇതിന് ചുറ്റും ഒരു റിംഗ് ആകൃതിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായും വെസ്റ്റിലേക്ക് തന്നെ നോക്കി നിൽക്കണമായിരുന്നു. അതായത് ഈ കണ്ടക്ടറിന് കുറുകെ തന്നെ നിൽക്കണമായിരുന്നു. പക്ഷെ അത് നിൽക്കാൻ കഴിയാത്തതിന് കാരണം ഇതിന് അത്രയ്ക്ക് ഉള്ള ശക്തി, അതിനെ പിടിച്ചു തിരിക്കാനുള്ള, കാന്തസൂചിയെ പിടിച്ചു തിരിക്കാനുള്ള ശക്തി ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സോളിനോയിഡിൽ കൂടുതൽ ശക്തി ഇതിനെ കൈവരുന്നത് എന്നും പരിശോധിക്കാൻ നമുക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രീതിയിലുള്ള ഒരു റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വെസ്റ്റിലേക്ക് തന്നെ നോക്കി നിൽക്കത്തക്ക രീതിയിൽ തന്നെയായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. ഇത് തിരിച്ച് മുകളിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ കണ്ടക്ടറിനെ ഒന്ന് വളച്ചു വെച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടാണ് വൈദ്യുതി ഒഴുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഈ മാഗ്നറ്റിക് നീഡിൽ വെളിയിലേക്കാണ് പോയത്, കാരണം നമ്മുടെ തമ്പ് റൂൾ അനുസരിച്ച്. പക്ഷെ ഇവിടെയോ, അപ്പോൾ ഇപ്പുറത്ത് ശ്രദ്ധിച്ചു നോക്കൂ, നേരെ തിരിച്ചു ഇങ്ങോട്ടൊഴുകി. ഇവിടുന്ന് ഇങ്ങോട്ടൊഴിയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. എന്താണ് കാരണം? ഇതിവിടെ വന്ന് വളഞ്ഞു. അപ്പോൾ ശരിക്കും തമ്പ് റൂൾ അനുസരിച്ച് ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ടാണ് പിന്നെ ഒഴുകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു നോർത്ത് പോള് സൗത്ത് പോള് എന്നുള്ള ഒരു സംഗതി ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ പോള് ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടുവന്നാൽ ഒന്നുകിൽ റിപ്പൽ ചെയ്യുകയോ അല്ലെങ്കിൽ ആകർഷിക്കുകയോ ചെയ്യും. നോക്കൂ, അവിടെ ഇപ്പൊ ഏത് പോളായിരിക്കും ഉണ്ടായതെന്ന് നോക്കുക. ഇതിന്റെ ഈ സൈഡിൽ ഏത് പോളായിരിക്കും ഉണ്ടായത്? അവിടെ ഉണ്ടായത് നോർത്ത് പോളാണ്. ഇവിടെയോ സൗത്ത് പോളാണ്. ഇതിപ്പോ അങ്ങോട്ട് ആകർഷിക്കുന്നു.
ഇവിടെ നോർത്ത് പോളാണ്, ഇവിടെ സൗത്ത് പോളുമാണ്. അപ്പോൾ ഇതിനൊരു പോൾ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളച്ചു വെച്ചപ്പോൾ അതിൻ്റെ രണ്ട് വശത്തും ഓരോ പോളുകൾ രൂപപ്പെട്ടിരിക്കുന്നു കൃത്യമായി. ഈ കണ്ടക്ടറിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമാണ് ആ പോളുകൾ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നു, ഇവിടെ ഇങ്ങനെ ഒഴുകുന്നു. അപ്പോൾ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് പോളുകൾ രൂപപ്പെട്ടു. ഇനി പക്ഷേ ഇതിന് വേണ്ട ശക്തി പോരാ, ഇവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി പോരാ. നമുക്കറിയാം ചുറ്റുകളുടെ സോളിനോയിഡിൽ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും കൂടുമെന്നറിയാം. നമുക്ക് ഇതിന്റെ ചുറ്റുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കാം. ഇവിടെ ഞാൻ 8 ചുറ്റുകളുള്ള ഒരു സോളിനോയിഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷനുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ചുറ്റ് ക്ലോക്ക് വൈസ് രീതിയിലാണ് ചുറ്റിയിരിക്കുന്നത്. ക്ലോക്ക് വൈസ് രീതിയിലാണ് ചുറ്റിയിരിക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ വൈദ്യുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടായ ഫീൽഡുകൾ കാണുക, നോക്കൂ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലാണ്. ഇത് നോർത്ത് പോളായിട്ടും ഇത് സൗത്ത് പോളായിട്ടുമാണ് മാറിയിരിക്കുന്നത്. നേരെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിയും. ഇപ്പോൾ ഇത് സൗത്തും ഇത് നോർത്തുമായിരിക്കുന്നു. അപ്പോൾ ആ നീഡുകൾ പരസ്പരം തിരിഞ്ഞത് നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആകുമ്പോൾ നേരെ തിരിച്ചാകുകയും ചെയ്യും. ഇനി നമുക്കൊരു കാര്യം കൂടി നോക്കാം. ഇത് എന്തുമാത്രം ദൂരത്തേക്ക് ഇതിന്റെ ശക്തി കിട്ടുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ വെച്ച് ഇങ്ങേ അറ്റത്ത് വെച്ചു ഈ മാഗ്നറ്റിക് നീഡില്. ഇനി ഞാൻ ആ വൈദ്യുതി ഒന്ന് കൊടുത്തു നോക്കട്ടെ. ചെറുതായിട്ട് ചലിക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് ചലിക്കുന്നു. അല്പം കൂടി ദൂരെ വെച്ച് നോക്കിയാലോ. ഇപ്പൊ ചലിക്കുന്നതേ ഇല്ല. ഇത്തിരി കൂടെ അടുത്ത് വെച്ചാൽ ഇത്രയും ദൂരെ വെക്കുമ്പോൾ അത് ചലിക്കുന്നില്ല. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അത്രയ്ക്ക് വീക്കായി പോയി എന്നർത്ഥം. ഇവിടെ അതേ ലെങ്തുള്ള മറ്റൊരു വയറെടുത്ത് അത്രയും ചുറ്റുകൾ തന്നെ 8 ചുറ്റുകൾ തന്നെ ചുറ്റിയ ഒരു സോളിനോയിഡാണ്. ഇത് വളരെ അടുത്തടുത്തായിട്ടാണ് ചുറ്റിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതിൽ ഡിഫ്ലക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുന്നത് ഇപ്പോഴും ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദൂരെ വെച്ചാലോ, അപ്പോഴും ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ തോതിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ദൂരെ വെച്ചാലോ, ഇപ്പോഴും അത്രയും ശക്തി ഇല്ലെങ്കിലും അപ്പോഴും ഒരു അല്പാൽപ്പം അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന മാതിരി ഈ ചുറ്റുകൾ ഇങ്ങനെ വളരെ അകലത്തിലല്ല ചുറ്റേണ്ടത്. ഒരു സോളിനോയിഡ് ഉണ്ടാക്കുമ്പോൾ അത് വളരെ ചേർത്ത് ഓരോ ചുറ്റുകളും അടുത്ത ചുറ്റുമായി ചേർന്ന് ഇരിക്കുക തന്നെ വേണം. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നതിന് കാരണം ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ടൊന്നുമല്ല. ആ ചുറ്റുകളുടെ രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോളിനോയിഡുകൾ അകത്തി വരച്ചു കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ക്ലോസ്ഡ്. അതിനു വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ തന്നെ ഒരു സോളിനോയിഡ് ഉണ്ടാക്കുമ്പോൾ ചുറ്റണം എന്ന് പറയുന്നത്.
എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സ്ട്രോങ് ആകുന്നത് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു സംഗതി. നോക്കൂ, നേരത്തെ പറഞ്ഞു ഒരു കണ്ടക്ടറിൽ കൂടി ഒഴുകുന്ന വൈദ്യുതി ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഫീബിളായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സോളിനോട് ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വർദ്ധിക്കുന്നതെന്ന് നോക്കാം. അതായത് ഇതൊരു കുഞ്ഞു മാഗ്നറ്റ്, ഈ കുഞ്ഞു മാഗ്നറ്റ് കൊണ്ട് ഇതിനകത്ത് പിടിച്ചെടുക്കാൻ കഴിയുന്ന ആണികളുടെ എണ്ണം ഇത്രയാണ്. ഞാൻ ഒരു മാഗ്നറ്റ് കൂടി 2 മാഗ്നറ്റ് കൂടി ഞാൻ അതിനകത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി കൂടുതൽ എണ്ണത്തിനെ നമുക്ക് എടുക്കാൻ കഴിയും. കുറേ കൂടി മാഗ്നറ്റ് വെച്ചാലോ, അപ്പോൾ കൂടുതൽ മാഗ്നറ്റ്, അത് ആ മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാന്തങ്ങൾ ചേർത്ത് അടുക്കി വയ്ക്കുന്നതിന് തുല്യമാണ് ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നത്. അത് ചുറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം, അനന്തമായിട്ടിങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് കൂടില്ല. എന്തുകൊണ്ട് കൂടില്ല? നമ്മൾ ഇതിന് നൽകുന്ന വൈദ്യുതിയുടെ അളവ് കൂടി അതിൽ വളരെ പ്രധാനമാണ്. ഒരു നിശ്ചിത വോൾട്ടതയിലും കറണ്ടിലുമാണ് അത് കമ്പിച്ചുരുകളുടെ എണ്ണം കൂടുക എന്നുള്ള കാര്യം ഓർക്കുക. ആ പഴയ സിനിമ ഡയലോഗ് ഓർമ്മയില്ലേ? നമുക്കൊരു 10,000 രൂപ ആവശ്യമുണ്ട്, പക്ഷേ കൊടുക്കാൻ ഒരു ചക്ക മാത്രമേ ഉള്ളൂ. ചക്ക കൊടുത്താൽ 10,000 രൂപ കിട്ടില്ല. അതായത് ഒരു നിശ്ചിത വോൾട്ടതയിലും കറണ്ടിലും നമുക്ക് ലഭിക്കാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പരിധിയുണ്ട് എന്നർത്ഥം.